ഹലോ എവരി വൺ, നമ്മളിന്ന് കാണുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കർട്ടൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇവിടെ നോർമൽ വിഡ്ത്തിൽ വരുന്ന ഒരു കർട്ടൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡോർ ലെങ്ത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ലെങ്ത്ത് 89 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു കർട്ടൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റിപ്പ് ആവശ്യമുണ്ട്. ഈ ഒരു ഹോൾസ് വരുന്ന ടൈപ്പാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് കർട്ടൻ്റെ മെറ്റീരിയൽ വാങ്ങുന്ന ഷോപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് സ്റ്റൈലിലുള്ള കർട്ടൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങുന്നതാണ്. അതിൽ നിന്നും ഈ ഒരു കർട്ടൻ്റെ വിഡ്ത്തിനനുസരിച്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തപ്പോൾ കാണുന്നുണ്ടല്ലോ, രണ്ട് സൈഡിലും നമുക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ റീസൺ ഇത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ഹോളും കൂടെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ഹോൾസ് വരേണ്ടത് ഈവൻ നമ്പറായിട്ടാണ്. അതായത് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ഹോൾസാണ്. ഇത് 11 കിട്ടിയാലും നമുക്ക് കർട്ടൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് എപ്പോഴും ഇതൊരു ഇരട്ട നമ്പറിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ 10 എടുക്കാം, അല്ലെങ്കിൽ കർട്ടൻ്റെ വിഡ്ത്ത് അനുസരിച്ച് 12 എടുക്കാം. അപ്പോൾ 12 ഹോൾസ് എടുത്താൽ ഈ ഒരു മെറ്റീരിയലിനേക്കാളും അത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെറ്റീരിയലിനേക്കാളും ഇച്ചിരി കുറഞ്ഞിരുന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ 10 എടുത്തിട്ടുള്ളത്. നമുക്കിനി സ്റ്റിച്ചിങ് നോക്കാം. ഇതിൻ്റെ ഈ ഒരു കർട്ടൻ്റെ കട്ടിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യുമ്പോൾ അത് ഇരട്ട നമ്പറിൽ തന്നെ വരണം. ഇപ്പോൾ 8, 10, 12 അങ്ങനെയൊക്കെ. നമുക്കിനി സ്റ്റിച്ചിങ് കാണാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഡിസൈൻ കാണുന്നുണ്ടല്ലോ, ഈ ഫ്ലവേഴ്സ് എപ്പോഴും മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ഡിസൈൻ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് വരണം. ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ ആ കട്ട് ചെയ്യുന്ന സൈഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത്. ബാക്ക് സൈഡിലെ മെറ്റീരിയലിനെ കാണുന്ന പോലെ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം ആ ഫോൾഡിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രിപ്പിനെ വെച്ച് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്ട്രിപ്പിനെയും കൂടെ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫോൾഡ് ചെയ്ത സൈഡാണ് കേട്ടോ ഇവിടെ കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്നത്. നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു സ്ട്രിപ്പ് കുറച്ച് താഴേക്കാണ് നിൽക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കാണുന്ന പോലെ ഈ ഒരു പീസിനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത ശേഷം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി ആ ഒരു ഹോൾസ് വരുന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ അറിയാൻ പറ്റും. ആ ഒരു പാർട്ടിലെ മെറ്റീരിയലിനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു സൈഡ് ആ ഫോൾഡ് ചെയ്ത അത്രയും പാർട്ട് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും നമ്മൾ സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു റൗണ്ട് ഷേപ്പ് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ആ ഒരു മെറ്റീരിയലിലായിട്ട് ഈ ഒരു രീതിയിൽ ഒരു കട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു റൗണ്ട് ഷേപ്പ് കാണുന്ന പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡും കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇതുപോലൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ നമ്മൾ മെറ്റീരിയലിൻ്റെ നല്ല വശത്തു നിന്നും കാണുന്ന പോലെ ആ ഒരു ഹോളിനകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ക്ലിപ്പിൻ്റെ അകത്തേക്ക് കാണുന്ന പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇതുപോലെ ആ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്.
ഇതുപോലൊരു ലോക്കും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോക്കിനെ നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചീത്ത വശത്തു നിന്നും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം നമുക്ക് ഇതുപോലാണ് കിട്ടുന്നത്, ചീത്ത വശം ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ഹോൾസിലും ഈ ഒരു ക്ലിപ്പ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ഹോൾസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ലിപ്പും നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു കർട്ടൻ്റെ താഴത്തെ പാർട്ടുണ്ടല്ലോ, കാണുന്ന പോലെ നമുക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ കർട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞാനിത് കട്ട് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ഹോൾസ് നമുക്ക് ഈവൻ നമ്പറിൽ തന്നെ വരണം എന്ന്. അതായത് 10, 12 അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടുന്നത് കർട്ടൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അതേസമയം നമ്മൾ ഓഡ് നമ്പറിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് കർട്ടൻ്റെ ഒരു സൈഡ് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അത് കറക്റ്റല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒറ്റ നമ്പറിൽ എടുക്കരുത്. ഈ ഒരു റൗണ്ട് നമുക്ക് ഇരട്ട നമ്പറിൽ തന്നെ വരണം എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഹോൾസ് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, നേരത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്ത അതുപോലാണെങ്കിൽ. അപ്പോൾ വേറൊരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് ആദ്യത്തെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിന് ശേഷം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ റൗണ്ട് ഷേപ്പും കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ എല്ലാ ഷേപ്പും ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പീസിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു കട്ട് ചെയ്ത ഹോള് അവിടെ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഷേപ്പിൽ നമ്മൾ അടിയിലത്തെ ആ ഒരു പീസിനെയും ഇതുപോലെ ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാനിവിടെ 2 മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് തോന്നുന്നത് അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ക്ലിപ്പിൻ്റെ ഷേപ്പ് ഇതാ ഇതുപോലാണ് കേട്ടോ നമുക്ക് വരുന്നത്. ഒരു സൈഡ് ഇതുപോലെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് വരും, ഒരു സൈഡിൽ ഇതുപോലെ ഒരു റിങ് പോലെ ആയിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു റിങ്ങിലേക്ക് ഇടാനായിട്ട് നമുക്കിവിടെ ഒരു ലോക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കർട്ടൻ റെഡിയാക്കിയിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.